ക്രിസ്മസ് അവധിയല്ലേ, നല്ലൊരു ഞായറാഴ്ച. എന്നാൽ പിന്നെ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. ഇതേ കിടക്കുന്നു ചിക്കൻ. അപ്പം തന്നെ 2 ഗ്ലാസ് ബസ്മതി റൈസ് കഴുകിയെടുത്തു, കുതിർക്കാൻ വെച്ചു. ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ഞാനിവിടെ 2 പയർ എടുത്തിട്ടുണ്ട്, 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം ചെറുതാക്കി ഒന്ന് അരിഞ്ഞു. ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തു. ഒരു കുക്കർ വെച്ചു. കുക്കർ ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിനകത്തോട്ട് 3 ഏലക്കായ, 1 കറുവപ്പട്ട, 3 കറിയാമ്പൂ എന്നിവ ചേർത്തു. അതിനകത്തോട്ട് കുതിർക്കാൻ വെച്ചിരിക്കുന്ന അരി ചേർത്തു. ഇവയെല്ലാം ഒന്ന് നന്നായി യോജിപ്പിച്ചു. അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കറികൾ ചേർത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി വരുമ്പോൾ നമുക്ക് 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, പച്ചവെള്ളമാണെങ്കിലും ചൂടുവെള്ളമാണെങ്കിലും എടുക്കാം. വെള്ളം ഒഴിച്ച് എല്ലാ പച്ചക്കറികളും അരിയും ഒക്കെ ഒന്ന് പാകത്തിന് മിക്സ് ചെയ്തെടുക്കുക. അതിനകത്തോട്ട് 1 സ്പൂൺ ഉപ്പ് ചേർക്കുക, ഇളക്കി യോജിപ്പിക്കുക. എല്ലാം ഒന്ന് യോജിച്ച് വരുമ്പോൾ നമ്മൾക്ക് കുക്കറിൻ്റെ അടപ്പ് അടച്ച് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. ചിക്കൻ നല്ല ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. അതിനാവശ്യമുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ പേസ്റ്റാക്കിയെടുക്കുക. ആവശ്യമുള്ള സവാള ഞാനിവിടെ 3 സവാള എടുത്തിട്ടുണ്ട്, ചെറുതാക്കി അരിയുക. 3 തക്കാളി എടുത്തിട്ടുണ്ട്, ചെറുതാക്കി അരിയുക. മല്ലിയില ചെറുതാക്കി അരിയുക. പുതിനയില ചെറിയതാക്കി അരിയുക. ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അരിയും പച്ചക്കറികളും നന്നായിട്ട് വെന്ത് നല്ല ഒരു വെജിറ്റബിൾ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നമ്മുടെ കുക്കർ ഒന്നുകൂടി ചൂടാക്കി അതിനകത്തോട്ട് 3 സ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിനകത്തോട്ട് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. അതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ ഒന്ന് ഇറക്കുക. അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തു. സവാള ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഒന്ന് ചേർക്ക് മിക്സ് ചെയ്യുക. ഇവയെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മൾക്ക് മസാല ചേർക്കാം. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 1 സ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക. നമ്മൾ കഴുകി വച്ചേക്കുന്ന ചിക്കൻ അതിനകത്തോട്ട് ചേർക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ മസാലകളും ഒന്ന് യോജിച്ച് വരുമ്പോൾ നമുക്കൊരു സ്പൂൺ തൈര് ഇതിനകത്തോട്ട് ചേർക്കണം. 2 സ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം പൊടിച്ചതാണിത്, അതും കൂടി ചേർക്കുക. ചെറിയ ജീരകവും വലിയ ജീരകവും പൊടിച്ചത് ചേർക്കാം. ഞാനിവിടെ ചെറിയ ജീരകമാണ് പൊടിച്ചത്. മല്ലിയില, പുതിനയില എന്നിവ ചേർക്കുക. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് വെക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വരുമ്പോൾ നമ്മുടെ കുക്കറിന് മൂടി അടച്ച് വെക്കുക. എന്നിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വിസിലിവിടെ വന്നിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ നന്നായി വെന്ത് വന്ന ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചിക്കൻ കറി അല്ല ഉണ്ടാക്കുന്നത്, ബിരിയാണിയാണ്. അതുകൊണ്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന അരി ഇതിനകത്തോട്ട് ലെയറായി ഫില്ല് ചെയ്യാം. ഒരു ലെയർ അരി ചോറ് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് വീണ്ടും ചിക്കൻ്റെ മസാല ഇടുക. കുറച്ച് നെയ്യ് ഒഴിക്കുക. വീണ്ടും ചിക്കൻ്റെ മസാല ഒഴിക്കുക. വീണ്ടും അരി മിക്സ് ചെയ്യുക. അങ്ങനെ 3 ലെയറാക്കി എടുത്തതിന് ശേഷം നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയാണ്. അങ്ങനെ നമ്മളത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരം പറഞ്ഞ വോയിസിന് ഉടമയായ ഞാൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ജസ്ന ലിജീഷ്. താങ്ക് യു വെരി മച്ച്.